ഹലോ ഫ്രണ്ട്സ്, ഹോട്ട് ഹിൽസ് ഭ്രാന്തൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഹോട്ട് ഹിൽസിൻ്റെ 1:43 സ്കെയിൽ കാസ്റ്റിംഗ് ആളാണ്. കഴിഞ്ഞ കൊല്ലമാണ് ഹോട്ട് ഹിൽസ് ആദ്യമായിട്ട് 1:43 സ്കെയിൽ ഇറക്കിയത്. ഇതാണ് അവരുടെ ഫസ്റ്റ് കാസ്റ്റിംഗ്. ലംബോർഗിനി കോണ്ടാഷ് LP1 എന്നുള്ള നമ്പർ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ റിലീസ് ചെയ്തത് 2023 കോർവെറ്റാണ്. അതെൻ്റെ ഇല്ല. ഏതായാലും നല്ല സൂപ്പർ പടം കൊടുത്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സൂപ്പർ വൈറ്റ് കളറുമാണ്. ഇതേതായാലും ഞാൻ അൺബോക്സ് ചെയ്യില്ല. കാര്യം ഇത് നമ്പർ 1 ആണ്. അതായത് 1:43 ആദ്യത്തെ കാസ്റ്റിംഗ് ആണിത്. ഇതിനൊരു കളക്ടേഴ്സ് വാല്യൂ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള 2 അൺബോക്സ് ചെയ്യാം. അതിനു മുമ്പ് ഇതിൻ്റെ തന്നെ 1:64 എൻ്റെ കയ്യിലുണ്ട്. സെയിം വണ്ടിയാണ്. ഇതാണ് 1:64 സ്കെയിൽ സൈസ്. ഇത് 1:43. ഇത്രയും വ്യത്യാസമുണ്ട്. ഇത് നമുക്ക് 64. ഇത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും അൺബോക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇത് 3 നമ്മുടെ ഹൈലൈറ്റ്. ഓക്കെ, അപ്പോൾ ആദ്യം മെർസിഡീസ് തന്നെ അൺബോക്സ് ചെയ്യാം. മെർസിഡീസ് AMG GT3. ഇതിൻ്റെ നമ്പർ 6 ആണ്. ഇതിൻ്റെ കൂടെയാണെന്ന് തോന്നുന്നു സ്കൈലൈൻ. യെസ്, ഈ കൂട്ടത്തിലാണ് അവർ ഈ സ്കൈലൈനും റിലീസ് ചെയ്തത്. അതെൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് ഇത് രണ്ടുമാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോണത്. ഇത് പ്രീമിയം കാസ്റ്റിംഗ് ആണ്. മെറ്റൽ റിയൽ റൈഡേഴ്സ്. മെറ്റൽ ഉദ്ദേശിക്കുന്നത് ബോഡിയും ബേസും മെറ്റലാണ്. പിന്നെ ടയറ് റബ്ബർ ടയേഴ്സാണ്. അതാണ് റിയൽ റൈഡേഴ്സ്. ഓക്കെ, നല്ല ഡീറ്റെയിൽസ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കേവലം നമ്മുടെ അൺബോക്സിങ് കത്തിയെടുത്ത് പിന്നെ തുറക്കാം. ഇവിടെ സൈഡിൽ സ്റ്റിക്കർ ഒട്ടിച്ചേക്കാണ്. അപ്പോൾ ഈ പാക്കറ്റ് ചീത്തയാവാതെ ഇത് പുറത്തെടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കട്ടെ, സൈഡിലെ സ്റ്റിക്കറെല്ലാം തുറന്നു. ഓ യെസ്, പറഞ്ഞ പോലെ ഇങ്ങനെ തുറന്നെടുക്കാം നമുക്ക്. എന്നിട്ട് നോക്കിക്കഴിഞ്ഞിട്ട് തിരിച്ച് വേണമെങ്കിൽ അതുപോലെ തന്നെ എടുത്ത് വയ്ക്കാം. ഒന്നും പറയാനില്ല, സൂപ്പർ ഡീറ്റെയിൽസ് ആണ്. ഈവൻ ഹെഡ്ലൈറ്റിലേക്ക് അകത്ത് LED ലൈറ്റൊക്കെ സൂപ്പറായിട്ട് കാണാം. അത്ര ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഗ്രില്ലുമൊക്കെ ഓരോ ചെറിയ ഡീറ്റെയിൽ പോലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീൽസാണ്. ഈ യെല്ലോ സ്റ്റിക്കറിങ് നല്ല രസമുണ്ട് ടയർ കറങ്ങുമ്പോൾ. ഓക്കെ, ബാക്കും ജാടായിട്ടുണ്ട്. വലിയൊരു AMG ബാഡ്ജ് ഉണ്ട്. വലിയൊരു സ്പോയിലറും ഉണ്ട്. 55 years എന്നാണ് എഴുതിയേക്കുന്നത്. അതെന്താണെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ മേളിൽ നിന്ന് ഇവിടെ എയർ ഇൻടേക്ക്. ഇതെന്താ, ഇവിടെ ഒരു ഓട്ടോ ഉണ്ടല്ലോ ബോണറ്റിൽ. കൂളിങ്ങിനുള്ളതാണെന്നറിയില്ല. അത് അവരവിടെ ഒരു ഡീറ്റെയിൽ മിസ് ചെയ്താണെന്നറിയില്ല. ഡോറ് തുറക്കാൻ പറ്റില്ല. പുൾ ബാക്കൊന്നുമല്ല. അടിയിൽ ടയർ നല്ല രസമുണ്ട്. ഈ 1:43 ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ കാസ്റ്റിങ്ങിനും അതിൻ്റെ തന്നെ വീൽ ഡിസൈനാണ്. നമ്മൾ 1:64 കാണാറുണ്ട്. ഹോട്ട് വീൽസ് പല കാസ്റ്റിങ്ങിലും സെയിം വീൽസാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല. ഓക്കെ, ഇതിൻ്റെ വില എത്രയായിരുന്നു ഞാൻ ഓർക്കണല്ലോ. എനിക്ക് തോന്നുന്നു $30 എന്തായിരുന്നെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കിപ്പോൾ എൻ്റെ അകത്തുനിന്നൊന്നും കാണാൻ പറ്റുന്നില്ല. ഈ കാസ്റ്റിങ്ങിൻ്റെ ഇവിടെ ഡാഷിൽ കുറച്ച് സ്റ്റിക്കറിങ് ഒക്കെ ഉണ്ട്. ഓക്കെ,
സ്കൈലൈൻ നോക്കാം. യെസ്, ഇതും ഓക്കെ. ഇതിൻ്റെ ബാക്കിൽ നോക്കേണ്ട ആവശ്യമില്ല. ഇത് AMG സീരീസിലുള്ളതാണ്. ഇതിൽ എനിക്ക് ആകെ ഉണ്ടായിരുന്ന കംപ്ലൈൻറ്റ് ഈ കളറാണ്. ഇനിയിപ്പോൾ തുറന്നു കഴിയുമ്പോൾ അടിപൊളിയാവുമെന്നറിയില്ല. ഓക്കെ, ഒരു പടം കൊടുത്തിട്ടുണ്ട്. പടം ഇല്ല, തെറ്റില്ല. ലെറ്റ്സ് ഡു ഇറ്റ്. ഓ മൈ ഗാഡ്. ഇങ്ങനെ അൺബോക്സ് ചെയ്യാൻ പറ്റുന്നത് നല്ല കാര്യമാണ്. എന്താ വെച്ചാൽ നമുക്ക് തുറന്ന് നോക്കിയിട്ട് നമുക്ക് തിരിച്ചങ്ങനെ തന്നെ എടുത്ത് വയ്ക്കാം. 1:64 അത് നടക്കൂല. സംഭവം ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല, പുറത്തെടുത്തപ്പോൾ വേറെ ലെവലായി സാധനം. ഓ മൈ ഗാഡ്. ഓ, ബാക്കിലെ ടെയിൽ ലൈറ്റൊന്നും രക്ഷയില്ല ബോയ്സ്. കൊള്ളാം. വീൽസും അടിപൊളി വീൽസാണ്. ഇവൺ ബ്രേക്ക് കാലിപ്പേഴ്സ് വരെ കാണാം. ഫ്രണ്ടിലും ഡീറ്റെയിൽസ് സൂപ്പറാണ്. ഹെഡ്ലൈറ്റും ഇവിടെ നിസ്മോ എന്ന് എഴുതിയിട്ടുണ്ട്. അകത്ത് അതിൻ്റെ ചില്ല് ഇല്ലാത്ത കാരണം അകത്ത് കാണാൻ പറ്റും. അകത്ത് നിങ്ങൾക്ക് കാണാൻ മറ്റേ കാറോ നല്ല സ്പോർട്സ് സീറ്റ് ഉണ്ട്. പിന്നെ സൈഡ് മിറേഴ്സ്. രക്ഷയില്ല. ഒരു ഗോൾഡൻ പോലത്തെ ഒരു കളറാണ്. സ്പോയിലറുണ്ട്. സ്റ്റിക്കറിംഗ് ഒന്നുമില്ല, നല്ല പ്ലെയിൻ കാസ്റ്റിംഗ് ആണ്. ഷോറൂമിൽ നിന്ന് ഇറക്കിയ പോലെയുണ്ട്. ഓക്കെ, നമുക്ക് രണ്ട് വണ്ടികളും കൂടെ ചേർത്ത് കുറച്ച് ഷോർട്സ് കാണാം.